ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ കൃപയാൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ചരിത്ര പുരുഷനാണ്. നമുക്ക് ലോകത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ വേറൊരു നാമവും കിട്ടിയിട്ടില്ല. അത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടത്തിൽ കാണുന്നൊന്നും അല്ലാതെ ഡാവിഞ്ചിയുടെ ഒരാളെ എത്തി വരച്ചേക്കണേ. ബൈബിളിലെ യേശുവിൻ്റെ രൂപത്തിനെ പറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി. അപ്പോൾ ആ വചനമാണ് ഒരു മനുഷ്യരൂപത്തിൽ ജഡത്തിൽ ജീവിച്ച ഭൂമിയിൽ ആ വചനം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ദൈവം വചനമാണെന്ന് ഓർക്കണം. അല്ലാണ്ട് വിഡ്ഢിത്തങ്ങളിൽ പോകരുത്. ഒരു കുരിശിൻ്റെ മുമ്പിൽ കൊണ്ട് ഒരു കൂടി തിരി കത്തിച്ചിട്ട് കിടന്ന് ഉരുണ്ട ഒരു നേർച്ച കഴിച്ച് ഇതിനെല്ലാം കാശ് ചെയ്യുന്നത് ദൈവമാണ്. അങ്ങനെയൊന്നുമല്ല, ദൈവം പ്രസാദിക്കൂല. അപ്പം നമ്മൾ വചനം പാലിക്കുന്നവളാകണം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓർക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അറിയപ്പെടുന്ന കുറേ പേര് മരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ ഭയങ്കര വിഷമമാണ് മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ മനസ്സിന് ഭയങ്കര. അപ്പോൾ പണ്ട് ഞാനൊരു ഓർക്കുക, ഒരു പെങ്കൊച്ചിന് ക്യാൻസർ വന്ന് മരിച്ചിട്ട്, അത് ക്യാൻസർ വന്ന് അതിന് അവസാന സ്റ്റേജ് അതിന് തന്നെ മനസ്സിലായി. 2 കുഞ്ഞുപിള്ളേരൊക്കെ ഉള്ള. അപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, അത് എഴുതിയേക്കുക, എൻ്റെ ദൈവമേ, എനിക്ക് ഭൂമിയിൽ ഇത്രയും നാൾ ആയുസ് തന്നിട്ട് എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ഒരു ദിവസം പോലും ജീവിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അതെങ്ങനെ പൊറുവർക്കൊന്നുമല്ല ചെയ്ത്, എനിക്ക് ക്യാൻസർ വന്നല്ലോ, എന്നെ രക്ഷിക്കുക, എനിക്കതൊന്നുമല്ല, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചില്ലോ. അപ്പോൾ ഞാൻ നോക്കും, എനിക്കൊക്കെ എന്തോരം ആരോഗ്യം എന്തെല്ലാം തന്നിട്ടുണ്ട്, എന്നിട്ട് ഞാൻ യേശുവിന് വേണ്ടി എന്നാ ചെയ്യണേ. ഇത് തന്നെയാണ് കേട്ടോ ഇന്നലെ എൻ്റെ ചിന്ത. ഈ മെസ്സേജ് എൻ്റെ മനസ്സിലിങ്ങനെ ആ പെങ്കൊച്ച് അതിനൊക്കെ എത്ര ആത്മീയ വളർച്ച ഉണ്ട്. ഇത് തന്നെ ചിന്തിക്കോട്ടോ, എൻ്റെ ദൈവം എനിക്ക് എന്നേലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ എന്ന് പറയുക, നീ മറ്റുള്ളവരെ നന്നാക്കാനൊന്നും ചെയ്യണ്ട, ആദ്യം നീ ഒന്ന് നന്നാകുക, വചനം പാലിക്കുക. അപ്പം അതാണ് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്കെപ്പോഴും ആഗ്രഹം മറ്റുള്ളവർ വചനം കേട്ട് നന്നാകണം, എന്നിട്ട് അതൊക്കെയാണ് ചിന്ത. പക്ഷേ യേശുമ്പരാൻ പറയണം, നീ നന്നാകുക, നീ എൻ്റെ സന്നിധിയിട്ട് വന്നെങ്കിൽ നീ നന്നാകണം. ഞാൻ നന്നായിട്ടല്ലേ എനിക്ക് ഉപകാരമുള്ളൂ. ഈ വചനം അപ്പടി നിങ്ങൾ നന്നായിട്ട് മാത്രം എനിക്ക് കാര്യമുണ്ടോ? അപ്പം ഞാൻ നന്നാകണമല്ലോ. അപ്പം ഇവിടെ ഇന്ന് വായിക്കുന്ന സങ്കീർത്തനം 55:22, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ എന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ല. ഇത് എന്നെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുലുങ്ങിപ്പോകാനും ലജ്ജിക്കാൻ ഇടവരുത്തില്ല. കാരണം നമ്മുടെ കർത്താവ് യേശുമ്പരാന പല ഇതും വരും. അപ്പോൾ ചിന്തകൾ അതിലേക്ക് പോയി ടെൻഷൻ അടിച്ച്, എൻ്റെ കാര്യം കേട്ടോ, എന്നോട് ദൈവം പറഞ്ഞാൽ കുലുങ്ങിപ്പോകില്ല, ലജ്ജിക്കാൻ ഇടവരുത്തില്ല, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടം, കത്താൻ സാരി, സിൽക്ക് സാരിയാണ് ആദ്യം കാണിക്കണേ. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കണേ. ഭയങ്കര സോഫ്റ്റും. എൻ്റെ ദൈവം, ഇന്നാൾ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി കുറച്ച്. ഇനിയിപ്പോൾ അടുത്ത ആളുടെ കല്യാണത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സാരി എടുക്കും. ഇത് ഞാൻ ഫുൾ സാരി ആട്ടെ ഈ വെച്ചേക്കണേ. ഭയങ്കര സോഫ്റ്റും ഭയങ്കര രസം, റെഡും ബ്ലാക്കും. ഞാൻ ശരിക്കും ഇങ്ങനെ ഒറിജിനൽ കാഞ്ചീപുരമൊക്കെ എടുക്കാൻ ഇങ്ങനെ വലിയൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കാൻ പോയപ്പോൾ ഇങ്ങനെ റെഡും ബ്ലാക്കും അല്ലെങ്കിൽ ബ്ലാക്കും റെഡും ഒക്കെ ചോദിച്ചു. ഒരേ എടുത്തു ഒന്നും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഇത് നോക്കാൻ, ഇത് കണ്ടാൽ ഒറിജിനൽ സാരി സിൽക്ക് 10,000, 15,000, 20,000 രൂപയുടെ സാരിയുടെ ലുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഒരിടത്ത് ചെന്നാൽ മോശം ഒരു സാരിയെന്ന് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോക്കടെ കല്യാണത്തിന് പോയി. അപ്പോൾ ഞാൻ ചുറ്റും നോക്കുക, ഒരു പുതിയ മോഡലുമില്ല, എല്ലാവരും പഴയ കാഞ്ചികൾ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിലൊക്കെ നല്ലതാണ് പുതിയ വെറൈറ്റി. ഇങ്ങനെ കാര്യം ഇപ്പോൾ ബനാറസ് അപ്പടി എനിക്ക് ഇതിപ്പോൾ കഥാൻ സിൽക്ക് സാരി നല്ലതാണ്. എത്രയാ? 2,999 രൂപയുള്ളൂ. 3,000 രൂപയ്ക്ക് ഈ സൂപ്പർ സാരി ദേ കണ്ടോ, എന്ത് സോഫ്റ്റാണെന്നറിയാമോ ഇതിൻ്റെ. ഇങ്ങനെ നമുക്ക് ഇവിടം ഇങ്ങനെ തൊടുമ്പൊക്കെ ഭയങ്കര ഉള്ള്. ഈ ത്രെഡ് വർക്കാകുമ്പോൾ ഉള്ളിൽ എനിക്ക് സോഫ്റ്റ്നെസ് വേണം, നമുക്ക് കൈ പിടിക്കുമ്പോൾ ഒക്കെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൂടാണ്ട് ഇതിൻ്റെ ബ്ലൗസ് എന്നതാ, ബ്ലാക്ക് ബ്ലൂ. ഇത് നേവി ബ്ലൂ ആയിരുന്നോ? അയ്യോ, ബോർഡർ നേവി ബ്ലൂ, കണ്ണട വെക്കാന്നിട്ട് കേട്ടോ. ഞാൻ റെഡ് ബ്ലൂവും കൂടെയാണ്. ബ്ലാക്ക് അല്ല നേവി ബ്ലൂ പ്ലെയിൻ ബ്ലൗസ് പീസും അരികത്തിങ്ങനെ ബോർഡറും. സൂപ്പർ സാരി ആട്ടോ. ഈ വിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് കാണിച്ച കാരണം ഇത് മിക്കവാറും അപ്പടി വെബ്സൈറ്റിൽ പോകും, പെട്ടെന്ന് എടുത്തു. അല്ലെങ്കിൽ ഓൺലൈൻ പിള്ളേരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ, നമുക്ക് റീസ്റ്റോക്ക് കിട്ടുമെങ്കിൽ കൊണ്ടുവരാം. നല്ല
നല്ല കളേഴ്സാണ് കൊണ്ടുവന്നതെല്ലാം. ഇത് ഈ ഗ്രീൻ തന്നെയാട്ടോ പ്ലെയിൻ ബ്ലൗസ് പീസ്. എന്നിട്ട് ഇങ്ങനെ വന്നേക്കുവാണ്, അരികത്ത് ഇങ്ങനെ ചെറി വന്നതാണ്. ദേ കണ്ടോ, നല്ല ഗ്രീനും നല്ല ബ്ലൗസും നല്ല സാരി. അതെന്നാ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു 25,000 രൂപയുടെ സാരിയുടെ ഒപ്പം നമുക്ക് ഈ സാരി, ഈ 3000-ൻ്റെ സാരി കൊടുത്തൊരു ഫംഗ്ഷന് പോകാം. ബനാറസ് വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ എല്ലാ വലിയ ഫംഗ്ഷനൊക്കെ ബനാറസ് കൊടുത്തു. വലിയ വിലയില്ല. എൻ്റെ എല്ലാം ഡൈ ചെയ്യണേ ഞാൻ വലിയ വിലയുടെ എല്ലാം എടുത്തേ. പക്ഷേ എല്ലായിടത്തും പിടിച്ചിരിക്കാൻ പറ്റി. വലിയ വിലയില്ല. ഇനി ഞാൻ ഓർത്തു ഇനി വില കൂടി സാരി എടുക്കണല്ലോ. ഇനി എൻ്റെ അപ്പക്കുട്ടൻ്റെ കല്യാണത്തിലാണ് ഞാൻ ഇങ്ങനത്തെ സാരിയൊക്കെ ആക്കി. ഇങ്ങനെ എന്നായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇനി അവനവൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് മാത്രമാകും വില കൂടിയത്. ബാക്കി എല്ലാവരും ഇങ്ങനത്തെ നല്ല സൂപ്പർ സാരി കിട്ടും. പിന്നെ എന്തിനാ ഇത് ഫുൾ സാരി ആട്ടോ, ഒരു ലെയർ വെച്ച് എന്ത് സോഫ്റ്റ് ആയിരിക്കും എന്ന് ഓർക്കുക. ഫുൾ സാരി വെച്ച് ഇത് ബ്ലാക്ക് അല്ലേ, ബ്ലാക്കും മുറുവും. ഇത് ഉടുത്ത് നിൽക്കണമെന്നുണ്ടായിരുന്നു. ഇത് ഉടുത്ത് നിന്നെങ്കിൽ കംപ്ലീറ്റ് സാരി ഇപ്പോൾ വിറ്റ് പോയാലേ. ഓണത്തിന് ഇങ്ങനത്തെ സാരി വല്ലാണെങ്കിൽ ഞാൻ ഉടുത്തേനെ. അപ്പോൾ ക്രീം സാരി ഉടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞ് അതാ ഇങ്ങനത്തെ സാരി ആണെങ്കിൽ ഞാൻ ഉടുക്കും. ഓണത്തിന് എന്നാ ഒരു ചേഞ്ച്, ഈ കളർ സാരി ഉടുക്കാം, ക്രീം കളർ മാറ്റിയിട്ട് ഒരു വെറൈറ്റി. പണ്ടൊക്കെ പുതിയ ഡ്രസ്സ് എന്നല്ലാണ്ട്, പണ്ടത്തെ കാലത്ത് ഓണത്തിനൊരു പുതിയ ഡ്രസ്സ് എന്നല്ലാണ്ട് നമ്മളിങ്ങനെ ഇന്ന സാരി എന്നുണ്ടോ. ഇത് നമ്മുടെ ക്രഷ്ഡ് സിൽക്ക്. സോഫ്റ്റ് ആട്ടോ, ഈ ക്രഷ്ഡ് സിൽക്ക് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഭയങ്കര സോഫ്റ്റ് ക്രഷ്ഡ് സിൽക്കാണ്. ഇതിൻ്റെ ഒറിജിനൽ 13,500 സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞത്. ഇത് നോക്കിയിട്ട് ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നല്ലതാണ്, നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാൻ ഒത്തിരി സോഫ്റ്റ് സാരിയാണ്. ഇതിൻ്റെ ഒറിജിനലും ഇതുകൂടെ വെച്ചാൽ ഒരിക്കലും വില വ്യത്യാസവും അറിയില്ല. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റിൽ പെട്ടുക. അപ്പം നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ 1990 ഇത് 1590. ഭയങ്കര സോഫ്റ്റുമാണ്. ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളേഴ്സാന്ന് നോക്കി. അടിപൊളി സാരി ആട്ടോ. ബ്ലൗസ് പ്ലെയിൻ ഇത് തന്നെ ആയിരിക്കാനല്ലേ ചാൻസ്. സെയിം ആണോ? നിങ്ങൾ നോക്കിയോ? അറ്റെന്തി വാലെന്തി? പ്ലെയിൻ ഇത് തന്നെയാണ് ബ്ലൗസ്. ബ്ലൗസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി കട്ട് ബീഡും കൊണ്ടുള്ള ഒരു വർക്ക് ചെയ്യിച്ചാൽ മതി. ബോർഡർ വെക്കാണ്ട് വേണമെങ്കിൽ ബ്ലൗസ് വെച്ചിട്ട് ഇച്ചിരി കട്ട് ബീഡും കൊണ്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്താൽ മതി. ഗ്രാൻഡ് സാരി ആട്ടോ, നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാൻ. വില ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒറിജിനലും ഇതും ബനാറസ് ഇതുകൊണ്ട് നല്ല ലുക്കും ഉണ്ട്. നമുക്കൊരിക്കലും ഒരു ഫംഗ്ഷൻ ആരും നമ്മളെ പോയി വില കുറഞ്ഞ സാരിയാണ് കൊടുത്തേക്കണേ അങ്ങനെയൊന്നും ഓർക്ക് പോലുമില്ല. കാരണം അത്ര ഗ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ എംബ്രോയ്ഡറി ഇതും ഉള്ളതും ഇങ്ങനെ ക്രഷ്ഡും ബനാറസും ഒക്കെയാണ് ഇപ്പോഴത്തെ. നിങ്ങൾ വില നല്ല ഒരു പേസ്റ്റ് ഓറഞ്ച് ആണെങ്കിലും ആ ക്രഷ്ഡൂടെ വന്നിട്ടല്ലേ. എന്നാൽ ഇങ്ങനെ ഇതെടുത്താലോ ഓണത്തിന്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓണത്തിന് കൊടുക്കാം. അവരെന്നോട് പറഞ്ഞാൽ പഴയ ഓണസാരി ഉടുക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തോരം ഓണസാരി ഇരിക്കണേന്നറിയാം എനിക്ക്. അത് എടുക്കാം. ദേ ക്രീം കളറ് ഞാൻ പിന്നെ ഉടുക്കൂലെന്നേ സാരി. അതാണ് ബേജ് കളറിന് പിന്നെ ആവശ്യം വരും അല്ലേ. നല്ല ലൈലാക്ക്. അടുത്തത് ബേജ് കളറ്. ഇപ്പോൾ മിക്ക കല്യാണത്തിൻ്റെ മധുരമെപ്പിനോ, ഇന്നാളെ എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണത്തിന് മധുരമെപ്പിന് എനിക്ക് മാത്രം ബേജില്ലായിരുന്നു. ഞാനൊരു ഗോൾഡനിലൊരു പച്ചക്കുടി തന്നെ ബേജ് അത് കണ്ടു കൊടുത്തോണ്ട് വരും. ഇപ്പം എല്ലാവരും അടുത്ത ദിവസം നാളെ കഴിഞ്ഞ് YWCA പരിപാടിയാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു ക്രീമാണെന്നും പറഞ്ഞിട്ട് പച്ചയും മഞ്ഞ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വന്നേക്കരുത്. പൊന്നെ ഒന്നും പറയണ്ട. കൃത്യസമയത്ത് ഉണ്ണാൻ നേരത്തെ YWCA പോണേ. പറയേണ്ട സമയമില്ല. ഉണ്ണാൻ നേരത്ത് വരുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. നേരത്തെ വന്നെന്ന് പറഞ്ഞു. ഇതാണ് ബ്ലൗസ് പീസ്.
അല്ല അതെയോ? ആ ഇതാ ഇതിന് മാത്രം ഇങ്ങനെയാട്ടോ ബ്ലൗസ് പീസ്. ആ രണ്ടെണ്ണത്തിന് അല്ലേ? ഇതിനും അങ്ങനെയാ അല്ലേ ബ്ലൗസ് പീസ്? ബാക്കിയെല്ലാം അല്ല ഇതിന് സെയിം പോലെയല്ലേ? സെയിമാ. ആ ഒരെണ്ണത്തിന് മാത്രം ഇപ്പോൾ വ്യത്യാസം കണ്ട്. ഇതിന് സെയിം റണ്ണിങ് തന്നെയാട്ടോ. നല്ല കളേഴ്സാട്ടോ. ഫങ്ഷനുകൾക്കൊക്കെ സൂപ്പറാ. ഒരു 2 വർഷത്തേക്ക് ഇതിൻ്റെ ഫാഷനൊക്കെ ഓടിക്കോളും. 2 വർഷം കഴിയുമ്പോഴത്തേ ഇതിനും അതുപോലെ തന്നെ ബ്ലൗസ് ഗോൾഡൻ ആട്ടോ. ഇതിന് അല്ലേ? ഇതിന് ബ്ലൗസ് ഗോൾഡൻ അല്ലേ? ഇതേ ഇങ്ങനെ ഈ 2 സാരിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഇത് രസമുള്ള കളറല്ലേ? എല്ലാ കളറും ഒന്നൊന്നിനും മെച്ച. അടിപൊളി കളേഴ്സ്. ആ ഇതേ ഗോൾഡൻ. ഇത് റോയൽ ലുക്കുള്ള ഗോൾഡൻ കളർ. ആ ക്രഷ്ഡും ഒരു ടിഷ്യൂ ലുക്കും ഉണ്ട്. ഒരു ടിഷ്യൂ ഇങ്ങനെ ഒരു ഗ്ലോയും ഉണ്ട്. അതിൽ ക്രഷ്ഡൂടെയൊക്കെ വന്നപ്പോൾ മൊത്തം ഒരു നല്ലൊരു ബും ലുക്കാണ്. നല്ല സാരി കേട്ടോ. ഒത്തിരി അകലേന്നാണ് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ സാരിയൊക്കെ എടുക്കാൻ ഓൺലൈൻ കണ്ടിട്ട് ഒത്തിരി പേര് വന്നു. ചിലർ വന്ന് കണ്ടെടുക്കില്ലേ? അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവരാ എന്നോട് പറഞ്ഞേ ഇത് കടയിൽ ഒറിജിനലിന് 13,500 അവർ നോക്കിയിട്ടാണ് പിന്നെ ഇത് വന്നതെന്ന്. ഇത് കണ്ടോ? ഇത് ഭംഗിയല്ലേ? ക്രേപ്പിൽ ബാന്തിനി ഡിസൈനും ചുങ്കിടി ഡിസൈനും ഒക്കെ. ബ്ലൗസ് പീസ് തന്നെ. ആ ബ്ലൗസ് പീസ് വേറെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പയ്യെ നടക്കാൻ തോന്നുക. പണ്ടൊക്കെ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ എന്ത് ഭംഗിയായിരുന്നത്. സാരി കൊടുക്കണ ഭംഗി വേറെ എന്തെടുത്താലും കിട്ടില്ല. എന്ത് ഭംഗിയാന്ന് നോക്കി. 1490 ഉള്ളൂ. 1490 രൂപയുള്ളൂ കേട്ടോ. അടിപൊളി സാരി. ഇത് ബ്ലാക്കും ഗ്രീനും ആണോ? ഈ ഉള്ളിലത്തെ കളർ ബ്ലാക്ക് ആണോ അതോ ബ്ലൂ ആണോ? ബ്ലൂ ആണോ? നേവിയോ വെറൈറ്റി കോമ്പിനേഷൻ. നേവി ബ്ലൂവും ഗ്രീനും അല്ലേ? ബ്ലൂവും ഗ്രീനും അല്ലേ? ആ ബ്ലാക്കിലുള്ളൂ അല്ലേ? ആ ബ്ലൗസ് അടിപൊളി സാരികളാണ്. അടിപൊളിയാണ്. കാര്യം ഇത് കൊടുത്തോണ്ടൊക്കെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം കൂടെ സമയം കിട്ടണില്ല, അതാണ്. ബ്ലൗസ് പീസ്. ഓ ബ്ലൗസ് പീസ് കയ്യിലിരിക്കുക. ദൈവമേ, പണ്ടാരാണ്ട് കൊച്ചിനെയും കൈ പിടിച്ചോണ്ട് കൊച്ചിനെ നോക്കി നടന്നു പറഞ്ഞോ. എൻ്റെ കാര്യം മറന്നുപോയി. അതെ, ഇത്തവണ ഓണത്തിന് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് ഇച്ചിരി സ്വർണ്ണോടെ എടുക്കണം കേട്ടോ. സ്വർണ്ണത്തിന് എന്ത് വിലയാണ്? എല്ലാത്തിനും വിലയില്ലേ? 1000, 1500 മുതൽ സ്റ്റഡ് മുക്കൂത്തി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനത്തെ നൈസ് ഐറ്റം പോലുണ്ട്. ചെറിയൊരു ഐറ്റം ഒക്കെ എടുക്കുന്നേ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പിന്നെ ഒരു സ്കീമിലൊക്കെ കൂടെ ഒരു സപ്പോർട്ട്. ഒരു ബ്ലൗസ് പീസ് വേണ്ട. ഉള്ളൊക്കെ കണ്ട് എന്ത് രസമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നമ്മളിവിടം വരെ എത്തിയേ. അപ്പോൾ പുതിയതായിട്ടൊരു കട തുടങ്ങിയതല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്വർണ്ണക്കടയൊക്കെ തുടങ്ങി. ഇത് മെറൂണാണ്. ഇതിൽ ഈ ഡിസൈനല്ലേ? അപ്പോൾ ഇതിന് 1490 ഉള്ളൂ. പെട്ടെന്ന് എടുക്കുക. കുറച്ച് സാമ്പിൾ പീസുകളാണ് ഇന്ന് കാണിക്കുന്ന. എല്ലാം തന്നെ സാമ്പിൾ പീസ് വെറൈറ്റി ആട്ടോ. ഇനി അടുത്ത വെറൈറ്റി. എന്ത് രസം. ഇത് ഓണത്തിനൊക്കെ കൊടുക്കാട്ടോ. ഗോൾഡനിലല്ലേ? ഗോൾഡനിൽ ഫ്ലോറൽ പ്രിൻ്റ് ടിഷ്യൂ മെറ്റീരിയലും നല്ല രസമുണ്ട്. ഈ ടിഷ്യൂ കാഞ്ചീപുരം, ഈ 10 ഭയങ്കര വിലയുടെ ടിഷ്യൂ കാഞ്ചീപുരമൊക്കെ അംബാനിയുടെ കല്യാണത്തിന് ജ്യോതികയാണോ അല്ലേ? ഇതേ സൈസൊക്കെ കൊടുത്തണം. അത് ഈ വിലയുടെ അല്ല കേട്ടോ. 50,000 1 ലക്ഷത്തിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മോച്ചായാലും അവരുണ്ടാക്കണതാണ്. ഇതുപോലെ ഇങ്ങനെ കോമ്പിനേഷൻ ആയിരുന്നു. ഗോൾഡനും പിങ്കും കൂടെ അല്ലേ? ആ ബ്ലൗസ് പീസ് കാണിക്കാവേ. ബ്ലൗസ് പീസ് എവിടെയാ? ആ ഇതാട്ടോ ബ്ലൗസ് പീസ്.
1900 രൂപയുള്ളൂ കേട്ടോ. ഇനി കുറേ ഇങ്ങനെ അംബാനി കല്യാണം കോപ്പി അടിക്കലൊക്കെ ആയിരിക്കും. ഇത് ടിഷ്യൂ സാരിയാണ്. നമുക്ക് പിന്നെ ഉടുക്കാം, ഓണത്തിനും ഉടുക്കാം, അല്ലാണ്ട് ഫങ്ഷനും ഒക്കെ ഉടുക്കാം. ഇതെന്ത് രസമാണെന്ന് നോക്കി, എന്ത് രസമാണ്. പച്ചയും ലൈലാക്കും ഒക്കെ എല്ലാം ഇങ്ങനെ അടിപൊളി കളർ കോമ്പിനേഷനാണ്. എത്ര റേറ്റ്? 1900 രൂപയുള്ളൂ കേട്ടോ. ഇത് മുന്താണിയാലോ. ഇതിൻ്റെ ബ്ലൗസ് എവിടെയാണ്? ബ്ലൗസ് ഈ ഡിസൈൻ അരികത്തെ ടാസൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സംഭവമാണ്. 1900 രൂപയുള്ളൂ. പെട്ടെന്ന് എടുത്ത് ഓണത്തിന് ഇനിയും 2 ആഴ്ചയുണ്ട്. പെട്ടെന്ന് സാധനം കിട്ടും. ബ്ലൗസ് പീസൊക്കെ തയ്ക്കാം. ഇതുണ്ടോ ഈ ഷെയ്ഡ്? ഞാൻ ഇങ്ങനത്തെ കേരള സാരി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേരള സാരി. ഞാൻ ഒരു പീസ് പോലും എടുത്തില്ല ഇങ്ങനെ. പക്ഷെ ഇതിൽ നല്ല ഭംഗിയില്ലേ ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ട്, നല്ല രസമില്ലേ? കേരള സാരി കാണിച്ചിട്ട് കാല് പിടിച്ച് പറഞ്ഞു ഇത് ഭയങ്കര മൂവിങ്ങാണ്, ഭയങ്കര ഫാഷനാണ്. എനിക്ക് കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഫാഷൻ മാത്രം പോലെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഞാൻ വീഡിയോ കാണിക്കാറുള്ളൂ. ഇതേ അടിപൊളി സാധനം. ഇതേ നല്ല രസമുള്ള ഡബിൾ ഷെയ്ഡ്. ഇത് എല്ലാം ഡബിൾ ഷെയ്ഡാട്ടോ. ഇത് ബ്ലൂവും ഗ്രീനൂടെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം ഫ്ലോറൽ പ്രിന്റും ഡബിൾ ഷെയ്ഡും നല്ല സാരികൾ. 1900 രൂപയുള്ള ഭയങ്കര സോഫ്റ്റും ആട്ടോ ബ്ലൗസ് പീസ്. ഇത് നല്ലൊരു വെറൈറ്റി സാരിയാണ്. ഓണത്തിനൊരു വെറൈറ്റി സാരി ഉടുക്കുക. ഈ സാരി നമുക്കിവിടെ ഭയങ്കര മൂവിങ് ആട്ടോ. നമുക്ക് താഴെ ഒറ്റ പീസും ഇല്ലായിരുന്നു. വീഡിയോയ്ക്ക് വന്നായിരുന്നു ഞാൻ പെട്ടെന്ന് സിൽക്കി കോട്ടയുടെ എടുത്ത് വെച്ചതാണ്. എല്ലാവർക്കും എടുക്കാനും പ്രസൻറ്റ് കൊടുക്കാനും ഉടുക്കാനും ഒക്കെ. വലിയ വിലയില്ല. ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. 799 രൂപയുള്ളൂ. ഫുൾ നല്ല വീതിക്ക് ബോർഡറും ഉണ്ട്. ഫുള്ളുണ്ട് കേട്ടോ, ഉള്ളിലും ഉണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. പെട്ടെന്ന് തീരും കേട്ടോ. ബ്ലൂ കളറ് എല്ലാ കളറിലും ഉണ്ട്. 799 രൂപയുള്ളൂ. ഇത്രയും വീതിക്ക് എംബ്രോയ്ഡറി അടിച്ചിട്ട്. മെറ്റീരിയൽ ക്ലോസപ്പ് വരുമ്പോൾ കളർ വ്യത്യാസം വരുവേ. മെറ്റീരിയൽ കാണാൻ വേണ്ടി അടുപ്പിച്ചതാണ്. ഗ്രീൻ, സിൽക്കി കോട്ടയിലാട്ടോ. ബേജ് കളർ ത്രെഡ് വർക്കാട്ടോ. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ കളർ വ്യത്യാസം ഉണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് കളറുണ്ടേ. നല്ല കളേഴ്സാണ്. 799 അല്ലേ? 799 ഉള്ളു വില. പെട്ടെന്ന് എടുത്തോ. ഒത്തിരി കളേഴ്സ് ഉണ്ട്, അത് കാരണം തികയുമായിരിക്കും. ഒത്തിരി ഇപ്പം എല്ലാവരും സാരിയൊക്കെ എടുക്കാൻ വന്നു തുടങ്ങി. അപ്പോൾ പ്രസൻറ്റ് കൊടുക്കാനും എടുക്കാനും ഓണായിട്ട് നമ്മൾ ഓൺലൈൻ കാണിക്കണാകുമ്പോൾ എല്ലാവരും പറയും. അത് പറയും ഇവിടെ വരുമ്പോൾ ഓൺലൈനിൽ ഒന്നും കാണണോ, അങ്ങനെ ഇരുന്ന് പോകണയാണോ? അത് റീസ്റ്റോക്ക് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പെട്ടെന്ന് വിറ്റ് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ചൂടപ്പം പോലത്തെ സാധനം കിട്ടണം. ഇവിടെ ഒന്നും ഇരുന്ന് പോകാറില്ല. അപ്പോൾ ഇതേ അടുത്ത വീഡിയോക്കുള്ള എടുത്ത് തരാറുണ്ട് കേട്ടോ. നിങ്ങളങ്ങനെ വിഷമിക്കണ്ട. നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വെച്ചേക്കണത് എങ്ങനെ എടുത്ത് അപ്പം നിങ്ങൾക്ക് തരാറുണ്ട്. നമ്മൾ പെട്ടെന്ന് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തോ. അടിപൊളി സാധനങ്ങളാണ്. എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇത്രയും ഇറക്കണം. നമ്മൾ ഓണമില്ല, ക്രിസ്മസും ഇല്ല, ഒന്നുമില്ല. എല്ലാ ദിവസവും കെട്ടുപൊട്ടിക്കും. കാരണം വീഡിയോ ഇടണ്ടേ. പുതിയത് ഇട്ടാലല്ലേ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളല്ലെങ്കിലും നമ്മൾ കെട്ടുപൊട്ടിക്കും. 799. എപ്പോഴും എല്ലാവരും ചോദിക്കും ഓണത്തിന് എങ്ങനെയുണ്ട് കച്ചവടം. ഓണത്തിന് എനിക്ക് എപ്പോഴും ഒരുപോലെയാണ്. എന്നും ഓണം ആഘോഷിക്കണം. ദൈവജനത്തിനെ കൊണ്ടല്ലേ ശബരാൻ എന്നെ അനുഗ്രഹിച്ചേക്കണേ. നല്ല ഒരു ലൈറ്റ് പൗഡർ ബ്ലൂ. 799. അടിപൊളി സംഭവമാണ്. യേശപ്പാ സ്തോത്രം.
അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീമുണ്ട് കേട്ടോ. ഒരു സ്കീമിനൊക്കെ ചേർച്ചൊരു സമ്പാദ്യമൊക്കെ നല്ലതാണ്. അപ്പടി സമ്പാദിക്കണമെന്നല്ല, നമുക്ക് ടൂറ് പോകണം, അടിച്ച് പൊളിക്കണം. അപ്പോൾ നമുക്കുടെ കയ്യിൽ നല്ലപ്പം ഏതാണ്ട് ഇത് വെച്ചാൽ പല്ലിൽ മറന്നു, നല്ലപ്പം 10 കാശ് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന്. അപ്പം നമുക്കൊരു പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഒരു സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒക്കെ നല്ലതല്ലേ. ഇതൊക്കെ അറിയാനായിട്ട് ആരും ഇവിടെ സമ്പാദിക്കണ കാണില്ലല്ലോ. ഇവിടെ ഈ പുതിയ ന്യൂജനിനോടൊന്നും ഒന്നും പറഞ്ഞാൽ അടിച്ച് പോവിച്ച് തീർക്കുവാണ്. ഒരു മുല്ലപ്പെരിയാർ വരുമ്പോൾ എല്ലാം പോകാനും മുമ്പ് മൊത്തം ആഘോഷിച്ചേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ഒരു മുല്ലപ്പെരിയാറും കിട്ടൂല, ഒരു കുഴപ്പവും നമുക്ക് വരില്ല. കാരണം യേശു നമ്മുടെ കർത്താവ് സങ്കേതവും കോട്ടയും ആയത് കാരണം. ഇപ്പം എല്ലാവരും ഓർക്കും വയനാട്ടിൽ എന്ത് ഇങ്ങനെയാണ്. ലോകത്ത് പലതും സംഭവിക്കും, പക്ഷെ നമ്മൾ വെള്ളത്തീക്കട നടന്നാലും അത് നമ്മുടെ മേൽ കവിയില്ല. നമ്മൾ തീക്കട നടന്നാലും അത് നമ്മൾ വെന്തു പോകില്ല. നമ്മൾ ഒരു പ്രശ്നത്തിലും പെടില്ല. കാരണം നമ്മുടെ രക്ഷകൻ നമ്മുടെ യേശു ക്രിസ്തുവാണ്, നമുക്ക് വേണ്ടി മരിച്ചവനാണ്, പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മളെ അനുഗ്രഹിച്ചവനാണ്, ജീവിച്ചിരിക്കുന്ന ദൈവമാണ്, ഇപ്പോഴും ജീവനോടെ ഇരുന്ന് നമ്മളെ നെഞ്ചോട് ചേർത്ത് കാത്തു പരിപാലിക്കുന്നവനാണ്. എനിക്ക് എൻ്റെ കാര്യമായിട്ട് അറിയാവുള്ളൂ, എല്ലാവരുടെയും ഒന്നും അറിയാൻ പാടില്ല. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിനോട് ചോദിക്കേണ്ടി വരും. അത് കാരണം എനിക്കറിയാൻ പാടില്ല. നല്ല കളർ ലൈലാക്കും. കാരണം ഇങ്ങനെ എൻ്റെ മൂത്ത ചെറുക്കൻ ഇങ്ങനെ പണ്ട് ഞാനും ഇങ്ങനെ തർക്ക വിഷയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ബൈബിൾ അറിയാവുന്ന ഒരു ബൈബിളിൽ നിന്ന് തന്നെ മറുപടി വരുമോ പറയൂട്ടോ. എനിക്ക് അന്നേരം ഭയങ്കര ഇഷ്ടമാണ്. ബൈബിളിൽ ഇന്ന ഭാഗം വായിക്കൂ ഒറ്റയാണ് അവരുടെ വായിന്ന് പറയില്ല. എനിക്ക് ഒത്തിരി സംശയമായിരുന്നു പണ്ട്. എൻ്റെ അമ്മോ മാന്തോട്ടത്തിൽ അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സിന് കഴിക്കും. അച്ഛന് ഈ നല്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. എനിക്ക് സംശയം തന്നെ. അപ്പോൾ അച്ഛന് ഇങ്ങനെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എനിക്ക് എൻ്റെ കസിന് ഒരു നല്ല ബൈബിള് തന്നു, അതിന് വിശദീകരണമുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സംശയങ്ങൾ ഇങ്ങനെ. നല്ല ബ്ലൂ, റോയൽ ബ്ലൂ. ഇനി ഒരു നല്ല സാരി ആയിട്ട്. ഇതൊക്കെ നമ്മൾ ഇടാത്തയാണ്. വാർലി പ്രിൻ്റൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ. വാർലി പ്രിൻറ്റിൻ്റെ മോച്ചായുണ്ട്. വാർലി പ്രിൻ്റാണ്. ഒരു സോഫ്റ്റ് കോട്ടൺ ലിനൻ പോലെയൊക്കെ ഇരിക്കണ ഒരു സാരി 899 രൂപയേ ഉള്ളൂ. അതിൻ്റെ ബ്ലൗസ് പീസും അടിപൊളി കേട്ടോ. നല്ലൊരു ഇത് 899 രൂപയേ ഉള്ളൂ. ഒരു വാർലി പ്രിൻറ്റും ഒക്കെ നല്ല രസം. ഉള്ളൊക്കെ ഇങ്ങനെ പ്രിൻറ്റുവേ. ഒരു സെമി ലിനനായിരിക്കും, ഒറിജിനൽ ലിനാങ്കിൽ വിലയ്ക്ക് കിട്ടില്ലല്ലോ. സെമി ലിനൻ, സെമി മൊഡാൽ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. നല്ല സാരി കേട്ടോ, പെട്ടെന്ന് എടുത്തോട്ടോ. 800. നമ്മുടെ സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ ഇത്രയും വെറൈറ്റി കാണിക്കണില്ലേ. കാരണം സാരിക്കാർ ഒത്തിരി പേര് നമ്മുടെ സാരി എടുക്കാറുണ്ട്. 899 അല്ലേ. 899. ബ്ലൗസ് പീസ് ഇതാട്ടോ. എൻ്റെ പൊന്നെ, ഇത് 8 ഐറ്റം സാരി കാണിക്കണമെങ്കിൽ എന്തോരം അലയിടന്നറിയാവോ. അതാണ് ഏറ്റവും പ്രശ്നം. സാരിയുടെ വെറൈറ്റി തപ്പി നടക്കലൊരു നല്ല പണിയാണ്. അടിപൊളി സാരികളാണ്. ഇതാണ് നല്ല അടിപൊളി ബ്ലൗസ് പീസാണ്. വാർലി പ്രിൻറ്റിൻ്റെ സാരിക്കൊക്കെ മൊത്തം ഡിമാൻഡാണ്. ഉള്ളൊക്കെ എന്ത് രസാലേ. ഇതിൽ കുറേ ഉണ്ടോ. കളേഴ്സ് കുറേ ഉണ്ടല്ലോ. ബ്ലാക്ക്, ബ്ലൗസ് പീസ് കാണിക്കാവേ. എനിക്ക് ആ ബ്ലൗസൊക്കെ നല്ല വെറൈറ്റി തോന്നുക. നല്ല രസമില്ല ഈ വിലയ്ക്ക്. എല്ലാ യേശുവിൻ്റെ കൃപയാൽ വെറൈറ്റി സാരി നമുക്ക് കിട്ടിയേക്കണം. എന്ത് രസമായി ബ്ലൂ ഒക്കെ. ഒരു പേളിൻ്റെ മാലയുടെ ഇട്ടാൽ മതി. ഇതിൻ്റെ വിലയൊന്നും പ്രശ്നമല്ല. നമ്മൾ ഡീസൻറ്റ് ലുക്കിലിരിക്കുക. അല്ലെങ്കിൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഇങ്ങനത്തെ ഒരു മാല ഇട്ടാൽ മതി. പേളിൻ്റെയൊക്കെ വെറൈറ്റി ഒത്തിരി നമ്മളിങ്ങനെ മാനുഫാക്ചറിങ് ഇല്ലേ,
നമ്മൾ ഈ എക്സിബിഷന് പോയപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അയച്ചു കൊടുത്താൽ പടങ്ങളൊക്കെ അവർ പണിത് തരും. അപ്പം അങ്ങനെ പടങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പണ്ടത്തെ കുറേ മാല തപ്പിയെടുത്തു, അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ഞാനതിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെയൊക്കെ പടം അയച്ചു കൊടുത്തേക്കോ. ഇത് അയ്യോ സോഫ്റ്റ് സിൽക്കിൻ്റെ ടിഷ്യൂ സാരി, സോഫ്റ്റ് സിൽക്കും വില ഒട്ടുമില്ല കേട്ടോ, 699 രൂപയേ ഉള്ളൂ. ഞാൻ വില കൂടിയ സാരിയാണെന്ന് ഓർത്തത്. എൻ്റെ ബ്ലൗസ് എത്രയാണ്? എന്തിയാ പ്ലെയിൻ ആണോ? ബ്ലൗസ് സെയിം തന്നെയാണ് കേട്ടോ, 699. ഇതിലൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട് കേട്ടോ, പ്ലെയിൻ കളർ അല്ല കേട്ടോ, മൊത്തം സെൽഫ് പ്രിൻ്റ് ഉണ്ട്. കാണാമോ വീഡിയോയിൽ? 699 രൂപയുള്ള ഭയങ്കര സോഫ്റ്റ് സാരി കേട്ടോ. ഈ തുണിയേക്കൊന്നും പണ്ടത്തെ ഇങ്ങനെ വില കൂടുന്നില്ല അല്ലേ? പിന്നെ ഭയങ്കര നല്ല ഫാഷനും എനിക്ക് തോന്നുന്നത് ഭയങ്കര രസമുള്ള നല്ല ലൈറ്റ് ഷെയ്ഡും നല്ല കളേഴ്സൊക്കെ വില കുറഞ്ഞേലെ വന്നേന്ന് എനിക്ക് തോന്നണം. എനിക്ക് വേണം ചിലവ് കുറഞ്ഞിട്ടായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെ നിങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ സാരി എടുക്കാൻ പോയിക്ക് ഭയങ്കര വില കൂടിയ സാരിയിൽ വെറൈറ്റി കുറവാണ്. ഇതൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുമായിരിക്കും കുറഞ്ഞതൊക്കെ. ഇപ്പം നല്ല പേസ്റ്റ് കളറും നല്ല പ്രിൻറ്റും വിലയും കുറവ് കയ്യിലാണ് അടി. 699 രൂപയുള്ളൂ കേട്ടോ. നല്ല ബ്ലൂ, എല്ലാം പേസ്റ്റ് കളേഴ്സാണ്. ഒരു ബും ലുക്കും ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ടിഷ്യൂ മോഡൽ ഇങ്ങനൊരു ഇതുള്ളതല്ലേ എല്ലായിടത്തും ഫാഷൻ. എനിക്കിച്ചിരി തിളക്കവും ബുമ്മൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ചേരില്ല. അതിൻ്റെയൊക്കെ പ്രഭാതത്തിൽ നടന്നില്ല കേട്ടോ. യേശുവപ്പൻ എന്നെ തേജസ് അണിയിച്ച് സുന്ദരിയാക്കണം. നമ്മൾ ചുമ്മാ അത് കൊള്ളൂല, പല്ല് കൊള്ളൂലെന്ന് പണ്ട് മുതലേ പറഞ്ഞ് പല്ലെല്ലാം പോയി. ദൈവം തന്നെ ഒന്നും കൊള്ളൂലെന്ന് പറയാൻ പാടില്ല. നമുക്ക് നമ്മളെ കുറ്റം പറയാൻ അർഹതയില്ല. ദൈവം വസിക്കാൻ ഉണ്ടാക്കിയേക്കണ വിശുദ്ധ മന്ദിര, ദൈവത്തിന് അറിയാൻ പാടില്ല എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന്. വായും പൊളിച്ച് നടന്ന പല്ലും തേക്കാണ്ടൊക്കെ കാണുന്ന പല്ല് പോയി. ദൈവത്തിന് കുറ്റം, പല്ല് ശരിയായിട്ടില്ല. ഇപ്പോൾ നമ്മളെ തന്നെ നന്നായിട്ട് കൊണ്ടുനടക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെ മുടിയൊക്കെ നോക്കുക, ശരീരം നോക്കുക, ആരോഗ്യം, നല്ല ഫുഡൊക്കെ കഴിക്കുക, മടി കൂടാണ്ട് പണിയെടുക്കുക. നല്ല പേസ്റ്റ് പിങ്കട്ടം. വെറുവർത്തും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം നമുക്ക് ദോഷം വരുള്ളൂ. വെറുവർക്കണ്ട. ഇനി അടിപൊളി സംഭവം. ഇങ്ങനെ സെമി മൊഡാൽ സാരി ആട്ടോ. കണ്ടാൽ മൊഡാല് പോലെ ഇരിക്കും. വാലും തലയും ഒന്നുമില്ല ഇതിനാണ്. പക്ഷെ അത് അപ്പടി കഴിച്ചോ ചൂടോ. അതിൻ്റെ ബ്ലൗസ് പീസ് ആയതായിരിക്കും പ്രശ്നം വന്ന്. ഇത് ബ്ലൗസ് പീസ് സെമി മൊഡാലാട്ടോ. എന്നാൽ പറ്റൂല്ലെങ്കിൽ അപ്പടിയും വിടത്തണ്ട. ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി ബ്ലൗസ് പീസ് വയ്ക്കുമ്പോൾ ഈ ഫോൾഡിങ് അപ്പടി തെറ്റിപ്പോവുക. ഒരെണ്ണം വിടത്തി കാണിച്ചിട്ട് കണ്ടോ, ഒറിജിനൽ മൊഡാൽ പോലെ ഇരിക്കും കേട്ടോ. ആ സെയിം ഗ്ലോയും കൂളിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ആ മൊഡാലിൻ്റെ കൂളിംഗ് ഒക്കെ ഉണ്ട്. വില എത്രയാണ്? 690 സെമി മൊഡാൽ 690 രൂപയുള്ളൂ കേട്ടോ. ദൈവമേ, അതുപോലെ തന്നെ തളതെളുവുന്ന. എൻ്റെ ബ്ലൗസ് കണ്ടോ, പ്ലെയിൻ ബ്ലൗസും വന്ന് അടിപൊളി സംഭവം. ഈ പ്ലെയിനൊക്കെ കണ്ടാൽ ശരിക്കും ഒറിജിനൽ മൊഡാലിൻ്റെ പ്ലെയിൻ പോലെയൊക്കെ. അടിപൊളി സംഭവം. 690 ഉള്ളൂ. ഇനി അതിൻ്റെ ഇങ്ങനെ കാണിക്കാട്ടോ. എല്ലാം പ്ലെയിൻ ബ്ലൗസാട്ടോ. ഇതിനെ പ്ലെയിൻ മെറൂൺ ബ്ലൗസായിരിക്കും. അതതിൻ്റെ ആ ഫോൾഡിങ് അകത്ത് പ്ലെയിൻ മെറൂൺ. ഇതാ ബ്ലൗസ് പീസ്. അടിപൊളി സാരി ആട്ടോ. ഇതിങ്ങനെ പെട്ടെന്ന് പോവും. സെമി മൊഡാലിന് കേട്ടാൽ മതി, പെട്ടെന്ന് പോവും. ഇതാട്ടോ കളർ ബ്ലൗസ് പീസിൻ്റെ. 690. എല്ലാം നല്ല ബോട്ടിൽ ഗ്രീൻ്റെ എല്ലാം പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റ് ചാടി എടുക്കുന്ന, പിന്നെ അവരെയൊക്കെ വിളിച്ച് സമയം കളയേണ്ട. നമ്മുടെ വെബ്സൈറ്റ് എല്ലാം നല്ല സ്പീഡിൽ എല്ലാ കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ വാട്സപ്പ് എൻ്റെ നമ്പർ ആയിട്ടല്ല കേട്ടോ, അത് അവർ ഗൂഗിൾ പേ ചെയ്യാൻ എൻ്റെ നമ്പർ തന്നെ. ഈ കോണ്ടാക്ട് ചെയ്യണ പിള്ളേരെ തന്നെ കോണ്ടാക്ട് ചെയ്യണം. അവരുടെയിലേക്കാണ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട്
വാട്സപ്പ് കോൾ വിളിക്കണം. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. അപ്പോൾ അവർ മറുപടി പറയും. ഇല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. യൂട്യൂബിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ കാണും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.